ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് ജാസ്മിൻ ക്വിറ്റ് ചെയ്തു എന്ന തരത്തിലൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് തന്നെ വാട്സപ്പിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സത്യത്തിൽ കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ക്വിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കുറേയേറെ കാരണങ്ങളൊക്കെ പലരും വീഡിയോകളിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ നമുക്കറിയില്ല. ഞാനൊരു 3-4 വീഡിയോ യൂട്യൂബിനകത്ത് തന്നെ കണ്ടു. പിന്നെ കമൻസ് കണ്ടു. അതുപോലെ 1-2 വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ജാസ്മിൻ ക്വിറ്റ് ചെയ്തു, എന്തോ ഫാമിലി ഇഷ്യൂ ആയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളപ്പോൾ ക്വിറ്റ് ചെയ്ത് പോകാനൊന്നും അങ്ങനെ പറ്റില്ല. അങ്ങനെ ക്വിറ്റ് ചെയ്യണമെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകണം. അല്ലാതെ എളുപ്പത്തിന് അങ്ങനെ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന വിവാദങ്ങൾ തീർച്ചയായിട്ടും അതൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് നെഗറ്റീവ് ആണെന്ന് ലാലേട്ടൻ ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. 100% ഉറപ്പാണ്. അതവരൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊരു കോംബോ ട്രാക്ക് പിടിക്കുന്നതാണെന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ നമ്മുടെ റോക്കിയുമായിട്ടുള്ള കോൺവെർസേഷൻ കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും. ജാസ്മിൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ അത് പുറത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ അവിടെ തീരാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഗെയിം സ്ട്രാറ്റജി എന്ന നിലയിലാണ് ഇവരവിടെ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് പുറത്ത് വലിയ നെഗറ്റീവാണ്. ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റിയ 2 കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇത്തരം കോംബോകൾ ഉണ്ടാക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ കോംബോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കോംബോകളാണെങ്കിൽ അത് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും പുറത്ത് ജാസ്മിനും ഗബ്രിക്കും നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇവരുടെ കോംബോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് കോംബോ തന്നെയാണ്. കാരണം ഒരു ജെന്യൂനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഇനി ലവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്കിത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസിനൊട്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. ഇനി മറ്റൊരു കാര്യം, ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇത് അഫക്റ്റ് ചെയ്യും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ 2 പേരുടെയും ഫാമിലി മെമ്പേഴ്സിന് ഇത് കാണുമ്പോൾ വിഷമമുണ്ടാകും. നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, റിവ്യൂകൾ, നമ്മുടെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഓഫ് കോഴ്സ് അവർക്കത് വിഷമമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമുക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. ഇത് ബോറാണെന്ന് ആണെങ്കിൽ പറയേണ്ടി വരും. അനാവശ്യമായിട്ട് അവരുടെ ചേഷ്ടകളും പ്രവൃത്തികളും കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അവരുടെ ഗെയിമിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയും. അത് തന്നെയാണ് ഓഡിയൻസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്ന ചാനലുകൾ ചെയ്യുന്നതും. അത് തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയക്കകത്തൊരു വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആകും. അത് ഒഴിവാക്കേണ്ടത് കണ്ടസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ജെന്യുവിൻ ഫീൽ ആണെങ്കിൽ, ഞാൻ പല എക്സാമ്പിൾസും ഈ മുൻ വീഡിയോകളിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഡിംബൽ മണിക്കുട്ടൻ, അതൊരു വലിയ എക്സാമ്പിളാണ്. എന്തിന് റോബിനും ദിൽഷയും ആക്ച്വലി വേറെ ലെവലാണ്. അവർ കീപ്പ് ചെയ്തൊരു ഡിസ്റ്റൻസ് ഉണ്ട്. 2 പേർക്കും ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നി എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ റോബിൻ ഇഷ്ടം തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ അവർ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കുമ്പോഴും അവർ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസും ഒരു മാന്യതയുമുണ്ട്. അത് രാത്രി വരെ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആരും അതുകൊണ്ടാണ് അവരെക്കുറിച്ച് നെഗറ്റീവ് പറയാത്തത്. അവരുടെ സംസാരം കേൾക്കാനായി ലൈവുകൾ കുത്തിയിരുന്ന് കണ്ട ഓഡിയൻസ് എത്രയോ പേരുണ്ട്. അപ്പോൾ ഓഡിയൻസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർക്കത് നെഗറ്റീവായിട്ടൊരു കാര്യം തോന്നുമ്പോൾ. ഇപ്പോൾ ഞാൻ മുൻപും പറഞ്ഞു, ഫസ്റ്റ് സീസണിൽ പേളിയും ശ്രീനിഷും അവർ ഹഗ് ചെയ്യുന്നതൊക്കെ എത്രയോ തവണ ചെയ്തിട്ടുണ്ട്. അവർ മാത്രമല്ല, എത്രയോ പേര് അവരൊന്നിച്ചിരിക്കുന്ന എത്രയോ സമയങ്ങളുണ്ടായിരുന്നു ഈ പേളിയും ശ്രീനിഷും. അന്ന് നമുക്ക് ലൈവില്ല, എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. എപ്പിസോഡിൽ ഒരുപാട് സമയം 2 പേരും ഒന്നിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ബിഗ് ബോസിൽ ഈ 6 സീസണിടയിൽ എത്രയോ കണ്ടസ്റ്റൻസ് ഒന്നിച്ച് ഒരു ബെഡിൽ ഇരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഹഗ് ചെയ്തിട്ടുണ്ട്, ഉമ്മ വെച്ചവരുണ്ട്, കവിളിൽ ഉമ്മ വെച്ചവരുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പലതിലും ആർക്കും നെഗറ്റീവ് തോന്നാത്തത് അതൊക്കെ ഒരു വാല്യൂ ഉള്ള റിലേഷൻഷിപ്സ് ആണെന്ന് തോന്നുമ്പോഴാണ്. മാത്രമല്ല, എപ്പോഴും ഇതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കേസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു 1 വീക്കിനുള്ളിൽ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ആർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ഇനി അതിനൊക്കെ അപ്പുറം ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് അവർ തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഇത് പുറത്ത് പോകുമെന്ന് ജാസ്മിനും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. മേക്കേഴ്സിനോട് അവരത് പങ്കുവയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ എത്രത്തോളം 5 ഒക്കെ നെഗറ്റീവായെന്ന് നമുക്കറിയാം. അതുപോലെ പല കണ്ടസ്റ്റൻസും അതിന് മുമ്പും അങ്ങനെയാണ്. അപ്പോൾ ഇത് പല സീസണുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞ് അവിടുന്ന് ക്വിറ്റ് ചെയ്ത് പെട്ടെന്നൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്തയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ജെന്യുവൻ സോഴ്സിൽ നിന്നൊന്നും കേട്ടിട്ടില്ല. അത്തരം സംശയങ്ങൾ പറയുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഓഡിയൻസുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. അങ്ങനെ ക്വിറ്റ് ചെയ്തു എന്നുള്ളത് അങ്ങനെ ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും നമുക്ക് എവിടെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. മാത്രമല്ല, നമ്മുടെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് കറക്റ്റായിട്ട് പുറത്ത് ആദ്യം കൊണ്ടുവരുന്നത് രാജ് ടോക്സ് ആണ്. പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു. പുള്ളിയും ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ നോർമലി കോൺടാക്റ്റ് ഉള്ള ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നതാകാം. മേ ബി ഇനി എന്തെങ്കിലും വസ്തുതയും ഉണ്ടാകാം. എന്തായാലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജെന്യുവൻ ആയിട്ടുള്ള സോഴ്സ് ആണെങ്കിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.